എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആദർശൻ നയനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നയന ആദർശനോട് ചോദിച്ചു, എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ചോദിക്കാം. പിന്നല്ലാതെ അതെ, നീ ഇവിടുന്ന് കുറച്ചു ദിവസം വീട്ടിൽ പോയി മാറി നിന്നില്ലേ, അപ്പോഴാണ് എനിക്ക് നിന്നോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്റെ മനസ്സ് വല്ലാത്തൊരു ശൂന്യതയായിരുന്നു. നീ ഇവിടെ ഇല്ലെങ്കിൽ, നിന്നോടൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, ഓഹോ, അപ്പൊ എന്നോട് വഴക്കുണ്ടാക്കാനാ അല്ലേന്ന് ചോദിക്കണം. അതുകൊണ്ടല്ല, പിന്നല്ലാതെ. അപ്പൊ ഇത്രയും കാലം അങ്ങനെയല്ലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നേ, മൂർത്തി മുത്തശ്ശിന് വേണ്ടിയിട്ടായിരുന്നല്ലോ എന്നെ സ്നേഹിക്കുന്ന പറയുന്നത്. ഇപ്പോഴും അല്ല, അതൊക്കെ പിന്നെ ഞാൻ അങ്ങനെ പലതും പറഞ്ഞു നിൽക്കും, പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാന്ന് പറയണം. അതെ, നമുക്കൊരു കാര്യം ചെയ്താലോ, വൈകുന്നേരം ഒന്ന് പുറത്തു പോയാലെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ പെട്ടെന്നായിരുന്നു, പുറത്തു പോകാനോ? അതെ, വൈകുന്നേരം ചുമ്മാ ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാം. അല്ല, അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോ? അമ്മ അറിയാതെ നമുക്ക് പോവാം. അമ്മ എല്ലാരും ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം പോവാം. എങ്ങനെയുണ്ട്? സമ്മതിച്ചിരിക്കുന്നു പറയാണ്. പിന്നീട് ജാനകി സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് നന്ദു വരുന്നത്. നന്ദു വന്ന് കഴിയുമ്പോൾ ജാനകി പെട്ടെന്ന്, ആഹാ നന്ദുവോ, കുറെ കാലമല്ല കണ്ടിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ കല്യാണത്തിന് മുമ്പ് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് നന്ദു വന്നിട്ട് പോലും ഇല്ല. പിന്നെ എന്ത് പറ്റി എന്നെ ഇങ്ങോട്ട് വരാനെന്ന് ചോദിക്കാം. അല്ല, അത് പിന്നെ അമ്മ എവിടെ ഉണ്ടല്ലോ, അമ്മ അങ്ങോട്ട് വന്നോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാ. ഈ സമയത്താണ് നയന അങ്ങോട്ട് വരുന്നത്. നയന നന്ദുനെ കണ്ടപ്പോ, ആഹാ നന്ദുട്ടാ വരാൻ പറഞ്ഞിട്ട് അങ്ങ് ചെല്ലുവാണ്. പെട്ടെന്ന് ജാനകി പറഞ്ഞു, എന്താളും നന്ദു വന്ന് നന്നായി. ഇവിടെയാണെങ്കിൽ ഒരുത്തിന് വല്ലാത്ത മൂഡ് ഓഫാ. കല്യാണമായിട്ട് അതിൻ്റെതായ ഒരു സന്തോഷമില്ല. നന്ദു നല്ല ഫ്രണ്ടല്ലേ, അപ്പൊ നന്ദുവും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം മനസ്സോർന്ന് സംസാരിക്കുന്ന ആൾക്കാരല്ലേ, അങ്ങനെ അവന്റെ മനസ്സിലെ മൂഡ് ഓഫ് ഒക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് പറയാം. ഈ സമയത്ത് നന്ദുവിന്റെ മുഖമൊക്കെ വല്ലാതായി. കാരണം അതിന്റെ കാരണം താനാന്നറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഈ സമയം നയന പറഞ്ഞു, അത് കുഴപ്പമില്ല, നന്ദുവിന് ചെറിയ മൂഡ് ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു, അവളുടെ മൂഡ് ഓഫ് മാറി വന്നിരിക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പോ ജാനകി ഒരു ശരിയാ, നന്ദുവിന് മോഹം കണ്ടറിയാം ഇവളുടെ മനസ്സിൽ എന്തോ വിഷമമുണ്ടെന്നും. അത് കുഴപ്പമില്ല, ഈ പ്രായത്തിലല്ലേ ഇതൊക്കെ മാറിക്കോളൂ എന്ന് പറയാം. നന്ദു ഇങ്ങനെയൊന്നും അല്ല. അതെ, വന്ന് പറഞ്ഞിട്ടുണ്ട്, അനി വന്ന് പറഞ്ഞിട്ടുണ്ട്, 3-4 ആമ്പിള്ളേരൊക്കെ ഒറ്റ ഇടിച്ച് തകർക്കുന്നൊക്കെ. അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് ഇങ്ങനെ വേണം പെൺകുട്ടികളൊക്കെയാണ് അത്യാവശ്യം കരോട്ടയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. എന്നാലല്ലേ എതിരിടാൻ വരുന്ന ആരെയെങ്കിലും ഇടിച്ചു തോൽപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നയന പറഞ്ഞു, ശരിയാ, അച്ഛൻ ചെറുതിലെ പോലെ ഇവളെ കരോട്ട പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും ഇവൾക്ക് ആൺകുട്ടികളുമായിട്ട് കൂടുതൽ കമ്പനി എന്ന് പറയണ. പിന്നീട് നയന പറഞ്ഞു, അന്നെങ്കിൽ വാ നന്ദു, നമുക്ക് അവിടെ അകത്തേക്ക് കയറി പോവാന്ന് പറഞ്ഞ് നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. ഈ സമയം നവ്യ അവിടെ ഇരിക്കുന്നുണ്ട്. നന്ദുവിനെ കണ്ടത് ഓടി വന്നിട്ട് പറഞ്ഞു, ആഹാ, നിന്നെ കാണാൻ പോലും കിട്ടുന്നില്ലെന്ന് നന്ദു, ഒന്ന് ഫോൺ വിളിക്കുന്ന പോലും ഇല്ല. ഓ, ഇനിയിപ്പൊ എന്നെ വിളിച്ച് സംസാരിക്കാൻ മടിയായിട്ടാണ് നീ വിളിക്കാത്തേ? അതെ, ഞാൻ ആ പഴയ നവ്യേച്ചല്ല, ഇപ്പൊ എനിക്ക് നല്ല മാറ്റമുണ്ട്. അല്ലെങ്കിൽ നയനോട് ചോദിച്ചു നോക്ക്, ഞാൻ സത്യമല്ല പറയണേന്ന്. നയനോട്, ശരിയാ, നീ എന്താ പിന്നെ നന്ദു എന്നെ ഒന്നും വിളിക്കാത്തേന്ന് ചോദിക്കുക. എന്നെ വിളിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ടാണോ? അങ്ങനെയൊന്നും ഇല്ല. ഓ, ഇപ്പൊ നിനക്ക് ചിലപ്പം എന്നോടൊരു ദേഷ്യം കാണുമല്ലേന്ന് ചോദിക്കുകയാണ്. ഞാനെന്താ ചേച്ചിയോട് ദേഷ്യപ്പെടുന്നത്? എനിക്കൊരു ദേഷ്യമില്ല എന്ന് പറയണം. ഇതെന്ത് പറ്റി നീ ഇങ്ങനെ? ആ പഴയ ഊർജ്ജസ്വലതയൊന്നും ഇല്ല, എന്ത് പറ്റി? നിന്റെ മനസ്സിലായാലും കടന്നു കൂടിയിട്ടുണ്ടോ? വല്ല പ്രേമോ മറ്റോ എന്തേലും? പെട്ടെന്ന് അത് പറഞ്ഞേ, അങ്ങനൊന്നും ഇല്ലാന്ന് പറയണം. നയന പറഞ്ഞു, അതൊക്കെ ചേച്ചിക്ക് വെറുതെ തോന്നുന്നാന്ന് പറയണം. അല്ല, ഈ പ്രായമല്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. പെട്ടെന്ന് നയന പറഞ്ഞു, അതെ, എന്ത് പ്രായമാണെങ്കിലും നന്ദു അങ്ങനെ പോയി വീഴുന്ന ആളൊന്നുമല്ല. നന്ദുവിനറിയാം നമ്മുടെ നിലയും വില അനുസരിച്ചൊക്കെയാ നന്ദു പോകത്തുള്ളൂ. അതെങ്ങനെയൊക്കെയുള്ള വലിയ വലിയ വീട്ടിലേക്ക് ചെല്ലണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ചേച്ചിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നന്ദുവിന് എനിക്കതൊന്നുമില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ചേച്ചി പേടിക്കേണ്ടെന്ന് പറയണം. നവ്യ ഒരിക്കലും ആ കാര്യം അറിയില്ലെന്ന് നയനെ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ മിക്കവാറും എടുത്തിയാടി എന്തെങ്കിലും ചെയ്യും. അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കാണ്ട് ശ്രമിക്കും. അതൊരിക്കലും പാടില്ല. അത് നാശത്തിലെ കലാശിക്കുള്ളൂ. ഈ സമയത്ത് നന്ദു ഒന്നും മിണ്ടാ നിൽക്കുക. എന്താ നന്ദു ഇങ്ങനെ? നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ? ഇവിടെ കല്യാണമല്ലേ വരാൻ പോകുന്നേ. ആ സമയത്ത് നീയും കൂടെ ഉള്ള നല്ല കാര്യം. നമ്മൾ 3 പേരും കൂടെ എത്ര നാളായില്ലേ ഒന്ന് അടിച്ചു പൊളിച്ചിട്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടില്ല. ഈ സമയം നായന പറഞ്ഞ, അമ്മ അങ്ങോട്ട് ചെന്ന ഭാഗ്യം, അതുകൊണ്ടല്ല നന്ദു ഇങ്ങോട്ട് വരാൻ പറ്റിയെന്ന് ചോദിക്കുക. നന്ദു പറഞ്ഞതേ, എനിക്ക് അടിച്ചു പൊളിക്കണമെന്നൊന്നുമില്ല. അമ്മ അങ്ങോട്ട് വന്നപ്പോ എന്നോട് ഇങ്ങോട്ട് വരാൻ മാത്രം പറഞ്ഞു, അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നാ. പിന്നെ കല്യാണം കഴിഞ്ഞോടെ ഞാൻ അങ്ങോട്ട് തിരികെ പോകും. പിന്നെ നിങ്ങളെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വലിയ അടിച്ചു പൊളിക്കോ കാര്യത്തിനൊന്നും ഞാൻ നിൽക്കത്തില്ലെന്ന് പറഞ്ഞ് നന്ദു അങ്ങോട്ട് പോവാണ്. ഇത് കേട്ടപ്പം നവ്യ നയനോട് പറഞ്ഞു, ഇവക്ക് ഇത് എന്തു പറ്റി? ഇവിടെ പണ്ടത്തെ സ്വഭാവമല്ലോ. പണ്ടാണെങ്കിൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറഞ്ഞോണ്ടിരുന്നോളാ. ഇപ്പോഴാണ്ടേ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോന്നു. ഇതെന്താ സംഭവം? ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണ. നയന പറഞ്ഞു, ഒരു പക്ഷേങ്കില് നന്ദുന് നമ്മളൊന്നും അവിടെ ഇല്ലല്ലോ, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് കാണുമായിരിക്കും, അതായിരിക്കും എന്ന് പറയണം. പിന്നീട് നന്ദു ഇങ്ങനെ പോയി ഇങ്ങനെ വാൽക്കണ്ണോട് ആലോചിച്ചുകൊണ്ടിരിക്കോ.
ഒരു എത്തും പിടിയെങ്കിലും ഇങ്ങോട്ട് വരണ്ടായിരുന്നു. അമ്മ പറഞ്ഞുകൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നേ. ആകെപ്പാടെ മനസ്സിൻ്റെ ഒരു ടെൻഷൻ. ഈ സമയത്ത് അനി പുറത്തു പോയിട്ട് അങ്ങോട്ട് വരുന്നേ. അനി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജാനകി പറഞ്ഞു, അതേ ഇന്നൊരു ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഗസ്റ്റ് അതാരാ? നിനക്ക് ഇഷ്ടപ്പെട്ട ആളാന്ന് പറയാ. എനിക്ക് ഇഷ്ടപ്പെട്ട ആളാ, അതാരാ? അത് നന്ദു വന്നിട്ടുണ്ടെന്ന് പറയാ. അവള് വന്നോ? എപ്പോ വന്നു? കുറച്ചു മുമ്പ് വന്നാലെന്ന് പറയണം. ആഹാ, അന്ന് ഞാൻ അവളെ ഇന്ന് കാണട്ടെ എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നന്ദു. നന്ദുവിനെ കണ്ടതും പെട്ടെന്ന് തന്നെ അനിയും കൂടി ചെല്ലണം. ആ, ഞാൻ കരുതി നീ ഇങ്ങോട്ട് വരത്തില്ലായിരിക്കുന്നു, കല്യാണം ആകുമ്പത്തേനും വരുവുള്ളായിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ നന്ദു പെട്ടെന്ന് പറഞ്ഞു, അല്ല അത് പിന്നെ അച്ഛൻ പറഞ്ഞു എന്നോട് അവിടെ വരെ ചെല്ലാൻ പറഞ്ഞു. അമ്മ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നാന്ന് പറയാം. അല്ല അനി എന്തിനാ ഇപ്പൊ എൻ്റെ അടുത്തേക്ക് വന്നേ? ഓ അതെന്താ, എനിക്ക് നിന്റെ അടുത്തേക്ക് വരാൻ പോലും പറ്റില്ലേ? അല്ല അത് പിന്നെ എന്താണെന്തോ, എന്താ കാര്യം? ഒന്നുമില്ല. അല്ല നിന്റെ മനസ്സിൽ വേറെന്തൊക്കെയോ ഉണ്ടല്ലോ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പോലില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ നീ എന്തിനാ എൻ്റെ അടുത്തേക്ക് വന്നേന്ന്. ഇപ്പൊ ഈ സമയത്ത് ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് ശരിയല്ല, പ്രത്യേകിച്ച് നിന്റെ മനസ്സിൽ ഞാൻ ഉണ്ടായിരുന്നോണ്ട്. ഓ അതാണ് കാര്യം. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട നന്ദു, അതൊക്കെ ഞാൻ മറന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയണം. അല്ലെങ്കിലും ഞാൻ അനാമിയെ പോലെ ഒരു പെണ്ണിനെ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല എൻ്റെ ജീവിതത്തിലേക്ക്. പക്ഷെ സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാനില്ല. ഞാനെല്ലാം അങ്ങോട്ട് ഉൾക്കൊണ്ട് അങ്ങോട്ട് വരുവാന്ന് പറയണം. പെട്ടെന്ന് നന്ദി ചോദിച്ചു, അല്ല നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നീ ഇത്ര പെട്ടെന്ന് മറന്നോന്ന് ചോദിക്കാം. അത് കേട്ടതും അനി ഒന്ന് നന്ദുവിനെ നോക്കി. മറന്നോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. എനിക്കൊരു കാര്യം അറിയാൻ നന്ദു, അതെ എനിക്ക് നിന്നോട് അങ്ങനെ ഒരു പ്രണയം തോന്നിയിരുന്നെങ്കിൽ അതിന് നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മള് കൂട്ടുകൂടി നടന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലായിരുന്നോ വിഘ്നേഷും അയത്തും ഒക്കെ? കാരണം അവർക്ക് പോലും തോന്നി നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാന്ന്. അപ്പൊ പിന്നെ എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നി വല്ല കാര്യമുണ്ടോ? കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നിന്നെ. കാരണം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഇപ്പൊ നിനക്ക് എന്ത് പറ്റിയെന്ന് മാത്രം എനിക്കറിയില്ല എന്ന് പറയാം. പെട്ടെന്ന് നന്ദു പറഞ്ഞു, അതെ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇതേ ഒരു കാര്യം ചെയ്യാം, ഞാൻ കാണാൻ നീയും അനാമികയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അല്ലെങ്കിൽ തന്നെ അനാമിക്ക് നല്ല സംശയം. അതുകൊണ്ട് വേണ്ട, വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ? നിനക്ക് നല്ലൊരു ജീവിതമുണ്ട്, നീ ആയിട്ട് അത് ജീവിക്കാൻ നോക്കണം. വെറുതെ എന്നെപ്പോലെ ഒരു പെണ്ണിനെ മനസ്സിലിട്ടോണ്ട് കളയാനുള്ളതല്ല നിന്റെ ജീവിതം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിന്റെ വെറും ഫ്രണ്ട് മാത്രമാണ്, അതിനപ്പുറം എനിക്ക് നിന്നോടൊരു അറ്റാച്ച്മെന്റും ഇല്ലെന്ന് പറയാം. പെട്ടെന്ന് അനു പറഞ്ഞു, നന്ദു ഞാൻ ഇത് കേട്ടത് നന്ദു ഒന്നും മിണ്ടാൻ നന്ദു കൂടെ അകത്തേക്ക് കയറിപ്പോ. എനിക്ക് എന്ത് ചെയ്യണം നടത്തില്ല, വല്ലാത്തൊരു വിഷമവും വെപ്രാളവും ഒക്കെ. പിന്നീട് അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പം നന്ദു കിടക്കുവാണ്. നന്ദു കിടന്നിട്ട് നന്ദുവിന് അങ്ങ് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരവസ്ഥയാ. ഇങ്ങോട്ട് വരണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തിനാ ഇങ്ങോട്ട് വന്നത്? വന്നുകൊണ്ടൊരു സമാധാനക്കേടാ. അല്ല താൻ ഇതിന് മാത്രം എന്തിനാ ഇങ്ങനെ ചിന്തിച്ച് കാട് കയറുന്നേ? അവനെ കണ്ട് ചിരിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് സംസാരിക്കണല്ലേ? പിന്നെ അവനെ കാണുമ്പോൾ തനിക്ക് എന്തോ ഇത് പതർച്ച, താൻ എന്താ ചൂളിപ്പോന്നേ? ഇപ്പോഴും തന്റെ മനസ്സിൽ അനി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. എത്രയൊക്കെ മറക്കാൻ ശ്രമിക്കുന്നോ അത്ര കൂടുതലായിട്ട് തന്റെ മനസ്സിലേക്ക് അവൻ കടന്നു വന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ എന്ത് ചെയ്യേണ്ട ഭഗവാനെ, എന്തേലും വഴി നീയായിട്ട് കാണിച്ചാ. ഇതേ അവസ്ഥ തന്നെയായിരുന്നു എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അനി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. നന്ദുവിന്റെ മനസ്സിൽ താനുണ്ടോ അറിയത്തില്ല, പക്ഷെ ഇതുവരെയായിട്ട് തന്റെ മനസ്സിലേക്ക് അനാമിക വന്നിട്ടില്ല. ഒരു കല്യാണമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത പോലും വരുന്നില്ല. അനാമിക തന്റെ ജീവിതത്തിലേക്കൊന്ന് എങ്ങനെയായിരിക്കും അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും. ഒരു പക്ഷെ തന്റെ ജീവിതം തകർന്നു പോവോ എന്ന് പോലും അനി ചിന്തിക്കുന്നുണ്ട്. ആ സമയത്താണ് നയനെ ആദർശം കൂടെ പുറത്തു പോകാനായിട്ട് ഇറങ്ങുവാണ്. കാരണം ബൈക്കിന് പോകാമെന്ന് കരുതിയിട്ട് ഹെൽമെറ്റ് ഒക്കെ എടുത്തോണ്ട് രണ്ടുപേരും കൂടെ വരുന്നത്. ഈ സമയം ആദർശം പറഞ്ഞു, അതെ ഞാനേ ബൈക്ക് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, അമ്മ എങ്ങാനും അറിഞ്ഞാലോ, പതുക്കെ പുറത്തു കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയണം. ഇത് കേട്ട നായനോട് പറഞ്ഞു, അതെന്താ അങ്ങനെ? അല്ല അത് പിന്നെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓ അമ്മേനെ ഭയങ്കര പേടിയാണല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ്. അല്ല ഇതിനു മുമ്പ് അന്ന് ആദർശാന്റെ ശ്വാസം മുള്ള വന്നപ്പോൾ ഞാൻ ആദർശാന്റെ സ്കൂട്ടിയെ വെച്ച് കെട്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയതാണല്ലോ, അന്നൊന്നും ഇതൊന്നും കണ്ടില്ലോ എന്ന് പറയണം. അത് പിന്നെ അന്ന് നീ എന്നെ രക്ഷിക്കാനായിരുന്നില്ല, ഈ വീട്ടിൽ ആരും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ. ഇന്ന് അങ്ങനെയാണോ? ഒരു കാര്യം ചെയ്യ, നീ പുറത്തേക്ക് വരാൻ പറയണം. അങ്ങനെ നായനെ പുറത്തേക്ക് വന്നു. പതുക്കെ പുറത്തേക്ക് വന്ന് ഗേറ്റൊക്കെ അടച്ച് ബൈക്കിന് പുറകെ കയറുവാണ്. പിന്നീട് അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് പോരുവാണ്. അങ്ങനെ വന്ന് ഇപ്പോൾ ഒരു പൂക്കട തുറന്നു വെച്ചിരിക്കുന്നുണ്ട്. അതെ നിനക്ക് പൂ വേണമെന്ന് ചോദിക്കാം. പൂ എനിക്ക് വേണ്ട ആദർശേട്ടാ. അതെ ഇനിയിപ്പോൾ പൂവിനൊക്കെ വല്ല ഡിമാൻഡാ, ഓണമല്ലേ വരാൻ പോന്നേ. ഒരു കാര്യം ചെയ്യ, പൂ മേടിച്ച് വെച്ചിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ആദർശൻ നയനയും കൂടെ നേരെ കടയിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ 2 മുഴം പൂവൊക്കെ വാങ്ങി. അങ്ങനെ പൂവൊക്കെ വാങ്ങി അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജയനും ദേവേനും കാറിൽ കയ്യിലൂടെ വരുന്നത്. പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു, തെങ്ങ് നോക്കിയേ ദേ നിൽക്കുന്ന ആരാന്ന് നോക്കാൻ പറയാണ്. ദേവേനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആദർശൻ നയനയും കൂടെ നിൽക്കുന്നു. പൂവൊക്കെ മേടിച്ച് നിൽക്കുകയാണ്. ഭയങ്കര സന്തോഷത്തിലാണ് രണ്ടുപേരും. ഈ കാഴ്ച കണ്ടതും ദേവേനോട് സമനിലയേറ്റി. ഓഹോ തന്നോട് കള്ളത്തരം പറഞ്ഞ് അല്ലെങ്കിൽ താൻ അറിയാതെ പുറത്തു വന്നിരിക്കുക രണ്ടുപേരും. ഇത് സ്ഥിരം പരിപാടിയാന്ന് തോന്നേ. പിന്നീട്
2 മുഴം പൂവിന് എത്ര രൂപയാന്ന് ആദർശ് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ ഒരു 5 മുഴം പൂവും എടുക്കാൻ പറയണം. ഈ ശബ്ദം കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി. ആദർശൻ നയനെ ഞെട്ടിപ്പോയി. ദേവേനെ ഇങ്ങനെ നിൽക്കുവാണ്. ആദർശന് നയനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കുന്ന അറിയത്തില്ല. ദേവേനെ അവിടെ നരകം കലക്കാനായിട്ട് വന്ന് എത്തി ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.